നമ്മുടെ മെൻസ് ഇൻഡിപെൻഡൻസ് അസോസിയേഷൻ എന്ന ഈ സംഘടനയുടെ പ്രവർത്തന ലക്ഷ്യങ്ങൾ മാഡം ഒന്ന് വിശദീകരിക്കാമോ? നമ്മളുടെ ഈ സംഘടനയുടെ പ്രവർത്തനം എന്നത് നമ്മളുടെ നീതിന്യായ വ്യവസ്ഥയിൽ ഏകലിംഗ നീതി നിർത്തലാക്കുക എന്നുള്ളതാണ് ഏറ്റവും മുൻപേ ഈ സംഘടനയ്ക്ക് പറയാനുള്ളത്. സ്ത്രീകൾക്ക് നിയമാനുകൂല്യം നല്ലത് തന്നെ. പക്ഷേ സ്ത്രീ ആയാലും പുരുഷനായാലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ക്രൈം എവിടെ നടത്തിയോ അവിടെ ഒരുപോലെ തന്നെ ശിക്ഷ വിധിക്കണം എന്നുള്ളതാണ് ഈ സംഘടനയ്ക്ക് ആദ്യമായി പറയാനുള്ളത്. കുറ്റകൃത്യങ്ങളിൽ സ്ത്രീകൾക്ക് ആനുകൂല്യം കൊടുക്കുന്ന ഒരു നിയമനിർമ്മാണം സ്വതന്ത്ര ഭാരതത്തിന് തന്നെ നാണക്കേടാണ്. സ്വതന്ത്ര ഭാരതം എന്ന് പറഞ്ഞാൽ സ്ത്രീകൾക്ക് മാത്രമല്ല സ്വാതന്ത്ര്യം നേടി ഈ ഇന്ത്യ ഒരിക്കലും സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കേണ്ടത്. സ്കൂൾ കാലഘട്ടങ്ങളിൽ നമ്മൾ പ്രതിജ്ഞ ചൊല്ലാറുണ്ട്. അതിൽ എല്ലാ ഇന്ത്യക്കാരും എൻ്റെ സഹോദരി സഹോദരന്മാരാണ് എന്ന് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ സ്കൂൾ തലങ്ങളിൽ പഠിപ്പിച്ചിരിക്കുന്ന ഓരോ വിദ്യാർത്ഥിയുമാണ് സ്ത്രീയും പുരുഷനും. ഇന്ന് കേരളത്തിൽ സാക്ഷരതാ കേരളമാണ്. 10ാം ക്ലാസ് കഴിയാത്ത സ്ത്രീയോ പുരുഷനോ വിരളമാണ്. എങ്കിലും ഇന്ത്യ എൻ്റെ രാജ്യമാണ്, ഞാൻ എൻ്റെ രാജ്യത്തെ ബഹുമാനിക്കുന്നു, സ്നേഹിക്കുന്നു എന്ന് ഓരോ ഇന്ത്യൻ പൗരൻ പറയുമ്പോഴും ഒരു പുരുഷനെ മാറ്റി നിർത്തിക്കൊണ്ട് ഏകലിംഗ നീതി നടപ്പിലാക്കുക എന്നത് ജനാധിപത്യ രാജ്യമായ ഇന്ത്യക്ക്, ഇന്ത്യൻ ഭരണകൂടത്തിലെ ഭരണകർത്താക്കൾക്ക്, നിയമനിർമ്മാണം സൃഷ്ടിക്കുന്ന അല്ലെങ്കിൽ അത് എഴുതുന്ന ആ നിയമനിർമ്മാതാക്കൾക്ക് കണ്ണും കാതും കൂട്ടിവെച്ചുകൊണ്ട് സ്ത്രീയെ മാത്രം പരിപോഷിച്ച് ആ പരിപോഷിക്കുന്ന നിയമം മൂലം ഇന്ന് നമ്മുടെ കേരളത്തിൽ, ഇന്ത്യയിൽ സുപ്രീം കോടതി വിധികളിൽ സ്ത്രീയെ തന്നെയാണ് സുപ്രീം കോടതി നിയമഭീകരവാദം അഥവാ ലീഗൽ ടെററിസം എന്ന് പറഞ്ഞിട്ടുള്ളത്. ആ ലീഗൽ ടെററിസം എന്നത് നിയമം കൊണ്ടുള്ള ഭീകരവാദമാണ്. നമ്മൾ ഭീകരവാദങ്ങൾ കേട്ടിട്ടുണ്ട്, രാജ്യങ്ങൾ തമ്മിലാണ്. ഒരു ഇന്ത്യൻ ഭരണഘടനയിലെ നിയമനിർമ്മാണ സഭ സ്ത്രീ ജനങ്ങൾക്ക് അവരുടെ കായികക്ഷമത പുരുഷനേക്കാൾ കുറവായതുകൊണ്ട് 1983 മുമ്പുള്ള കാലഘട്ടങ്ങളിൽ സ്ത്രീ സമൂഹങ്ങളിൽ ഇറങ്ങി വരിക വളരെ വിരളമായിരുന്നു. അന്നുണ്ടായിരുന്ന ഉദ്യോഗ പദവി പുരുഷന്മാർക്ക് തന്നെയായിരുന്നു. ഡ്രൈവർ ആയിക്കോട്ടെ, പൈലറ്റ് ആയിക്കോട്ടെ, എഞ്ചിനീയർ ആയിക്കോട്ടെ, അന്ന് പുരുഷന്മാർ തന്നെയാണ് ഈ സാങ്കേതിക വിദ്യകളെല്ലാം പഠിച്ചിരുന്നത്. അവരിൽ നിന്ന് തന്നെയാണ് സപ്പോർട്ട് കിട്ടി സ്ത്രീകളെല്ലാം ഈ മേഖലകളിലേക്ക് കടന്നു വന്നത്. അപ്പൊ പുരുഷന്റെ സംഭാവന ഒരുപാട് വലുതാണ്. ഇന്ന് കുടുംബ കോടതികളിൽ തന്നെ സ്ത്രീയല്ല ഗാർഡിയനായിട്ട് വെക്കുന്നത്, പുരുഷനെയാണ്. ഒരു സ്ത്രീയും പുരുഷനും വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ ആ സ്ത്രീക്ക് ജോലി ഉണ്ടെങ്കിൽ, ഒരു ഗവൺമെന്റ് ജോലിയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു പ്രൈവറ്റ് ജോലിയാണെങ്കിൽ, ടെക്നിക്കൽ സിസ്റ്റം അതിലുള്ള ടെക്നീഷ്യന്മാര്, അതുപോലെ നഴ്സ്, ഡോക്ടർ, അതുപോലെ മറ്റുള്ള മേഖലകളിൽ, എല്ലാ മേഖലകളിലും തുല്യ വേതനമാണ് ഇന്ന് ഗവൺമെന്റ് നൽകുന്നത്. അതുപോലെ തന്നെ പ്രൈവറ്റ് സ്ഥാപനങ്ങളും. പുരുഷന് കായികക്ഷമതയ്ക്ക് കൂലി വേലകളിൽ മാത്രമാണ് കൂടുതൽ പണം ലഭിക്കുന്നത്. കുടുംബ കോടതികള് പുരുഷനെയാണ് ഗാർഡിയനാക്കുന്നത്, സ്ത്രീയെയല്ല. കുട്ടിയുടെ ചെലവെടുക്കണമെങ്കിൽ കുട്ടിയുടെ മെയിൻ്റെനൻസ് പുരുഷനിൽ നിന്ന് കൊടുക്കണം, ഭാര്യയ്ക്ക് കൊടുക്കണം. ഈ ഭാര്യയ്ക്ക് കൊടുക്കുക എന്നുള്ള ആ കർത്തവ്യങ്ങളെല്ലാം ചെയ്യിപ്പിക്കുന്നത് പുരുഷനെ കൊണ്ടാണ്. ഇത്തരം സാഹചര്യങ്ങളിൽ പുരുഷൻ പലപ്പോഴും ഇരയായി തീരുകയാണ്. ആ ഇരയായി തീരുന്ന ഈ പുരുഷനെ സംരക്ഷിക്കാൻ പുരുഷന് സാധിക്കുകയില്ല. എന്തുകൊണ്ടെന്നാൽ പോലീസ് സ്റ്റേഷനുകളിലെല്ലാം കയറി ചെന്നു കഴിഞ്ഞാൽ പുരുഷന്മാരെ അവരുടെ രീതിയിലുള്ള
കൈമുറകളെല്ലാം ചെയ്യുന്നത് നമ്മൾ കാണുന്നുണ്ടല്ലോ. പുരുഷൻ എന്തെങ്കിലും ഒരു പോലീസിനോട് എതിർത്ത് പറഞ്ഞു കഴിഞ്ഞാൽ അവനെ കൈ പ്രയോഗം നടത്തുകയാണ്. ലാത്തി പ്രയോഗം, ചൂരൽ വടി പ്രയോഗം. പുരുഷന്റെ ശബ്ദം ഉയർന്ന് അവന്റെ കാര്യങ്ങൾ പറയാനായിട്ട് ഇന്നൊരു വേദി ഈ നിയമനിർമ്മാണം ഉണ്ടാക്കി വെച്ചിട്ടില്ല. അത് ഏറ്റവും വലിയ അപാകതയാണ്. അത് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഞങ്ങളുടെ ഈ സംഘടനയുടെ പ്രവർത്തനം. ഈ പ്രവർത്തനം പുരുഷന്മാരിൽ, വളർന്നു വരുന്ന ആൺകുട്ടികളിൽ, അവർ നാളെ വിവാഹപ്രായമാകുമ്പോൾ അവർക്ക് ഒളിഞ്ഞിരിക്കുന്ന ഈ ചതി, ഈ അരാജകത്വം മനസ്സിലാക്കാനും അത് നേടിയെടുക്കാനുള്ള ആർജവം ഉണ്ടാക്കിയെടുക്കാനുമാണ് ഈ സംഘടനയുടെ ഏറ്റവും പ്രധാന ലക്ഷ്യം. ഒപ്പം തന്നെ നിയമനിർമ്മാണ സഭയോട് ഈ പുരുഷന്മാർക്കും ജീവിക്കണം, ഇവരാണ് നിങ്ങൾ ഗാർഡിയനായി കാണുന്നത്. പിന്നെ പുരുഷ സമൂഹത്തിലും സ്ത്രീ സമൂഹത്തിലും ഒരുപാട് കുറ്റവാളികളുണ്ട്. ഒന്നോ രണ്ടോ കുറ്റവാളികളെ കണ്ട് പുരുഷന്മാരെ എല്ലാം അപ്പാടെ ചേർത്ത് വിധി എഴുതുന്ന കോടതികൾ, ഈ കോടതികളുടെ വിധികളെല്ലാം കാലഹരണപ്പെട്ടു പോയതാണ്. ഇന്ന് നമ്മൾ കാണുന്നുണ്ട് ഇഷ്ടം പോലെ കുട്ടികളെ കൊല ചെയ്യപ്പെടുന്ന അവസ്ഥ. അമ്മമാരാണ് കുഞ്ഞുമക്കളെ കൊല്ലുന്നത്. ഒരു അമ്മ കുഞ്ഞിനെ കൊന്നു കഴിഞ്ഞാൽ ആ മാസങ്ങൾ മുഴുവനും ഷൈനിയുടെ മരണം, ഷൈനിയാണ് ആദ്യം കുഞ്ഞിനെ, 2 കുഞ്ഞുങ്ങളെയും കൊണ്ട് തീവണ്ടിയുടെ മുന്നിൽ പോയി ചാടി മരിച്ചു. അതിനെ ചൊല്ലി പിന്നെ എത്ര ആളുകൾ, എത്ര കുഞ്ഞുങ്ങളെ കൊന്നു. കാമുകന്മാരോട് കൂടെ പോവാൻ വേണ്ടി കുഞ്ഞുമക്കളെ എത്രയോ കൊന്നുകളയുന്നു. അപ്പൊ സ്ത്രീകളിൽ സുരക്ഷിതമാണെന്ന് കരുതിയ കുടുംബ കോടതികളുടെ തെറ്റിദ്ധാരണ അല്ലെങ്കിൽ വിഡ്ഢിത്തം, അത് കുടുംബ കോടതികൾ കാണണം. കുടുംബ കോടതികൾക്ക് ഇതുവരെയും ഒരു ഫ്രെയിം ആയിട്ടുള്ള ഒരു നിയമ സംവിധാനമില്ല. ഓരോ ജഡ്ജിന്റെയും ഇഷ്ടാനുസരണമാണ് വിധി. ഒരു കോടതിയിൽ ഒരേ സ്വഭാവമുള്ള കേസാണെങ്കിൽ മറ്റൊരു കോടതിയിൽ വേറൊരു വിധിയാണ് വരുന്നത്. അതുകൊണ്ട് അതൊരു ഫ്രെയിം ആയിട്ട് വരണം. വിധി, അതുപോലെ കുറ്റങ്ങൾക്കുള്ള വിധി ഏകീകരണമായി വരണം. ഇതിനെയാണ് ഞങ്ങൾ ഈ സംഘടന ലക്ഷ്യമാക്കുന്നത്. കൂടാതെ പെൺകുട്ടികളോട് ഞങ്ങൾ ഒരിക്കലും പെൺകുട്ടികളെ ഇതിൽ നിന്നും മാറ്റിവെക്കുന്നില്ല. പെൺകുട്ടികൾക്ക് ഞങ്ങൾ എതിരുമല്ല. ഞങ്ങളുടെ കുടുംബങ്ങളിലെല്ലാം പെൺകുട്ടികളും ആൺകുട്ടികളുമുണ്ട്. പെൺകുട്ടികൾക്ക്, അർഹരായ പെൺകുട്ടികൾക്ക് ഈ നീതി സുരക്ഷ കിട്ടണമെങ്കിൽ ഇത് സൂക്ഷിക്കേണ്ടത് പെൺകുട്ടികളുടെയും ചുമതലയാണ്. കാരണം ചില സ്ത്രീകൾ, ചില രാഷ്ട്രീയ കക്ഷികൾ നമ്മളിപ്പോ കാണുന്നുണ്ടല്ലോ, മാധ്യമങ്ങളിലെല്ലാം കാണുന്നുണ്ട്, സരിത നായർ തൊട്ട് റിനി വരെ ഒരു ഉപകരണമായിട്ടാണ് ഇന്ന് രാഷ്ട്രീയ മേഖലകളിലും സ്ത്രീയുടെ നിയമം ദുരുപയോഗപ്പെടുന്ന രാഷ്ട്രീയ കക്ഷികൾ വരെയാണ്. രാഷ്ട്രീയ കക്ഷികളാണ് രാജ്യം ഭരിക്കുന്നത്. ഈ രാജ്യം ഭരിക്കുമ്പോൾ എന്തു വേണം? ഏകലിംഗ നീതി നടപ്പിലാക്കുന്നത് എന്തുകൊണ്ടാണ്? അവർക്ക് കൂടെ മനസ്സിലായി ഈ സ്ത്രീയെ വെപ്പണായിട്ട് ഉപയോഗിക്കാം. സ്ത്രീകൾക്ക് കൊടുക്കുന്ന നിയമം അവർക്ക് പരിധിയായി ഉപയോഗിക്കുന്നതിന് പകരം അവർ ആയുധമായി ഉപയോഗിക്കുന്നു. ആ ആയുധം പലവരും പണം കൊടുത്ത് വാങ്ങുകയാണ്. അതിൽ അനുഭവിക്കുന്നത് പുരുഷനാണ്, അവന്റെ കുടുംബവും. അതിൽ നിന്ന് ഒരു മോചനം ലഭിക്കണമെങ്കിൽ കേരളത്തിലുള്ള, ഇന്ത്യയിലുള്ള എല്ലാ ജനതകളും ഒന്നായി ചേർന്ന് ഈ നിയമ സുരക്ഷ പുരുഷനും കൂടി വേണം, പുരുഷനെ കേൾക്കാനും ഒരു കമ്മീഷൻ വേണം എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് എല്ലാ ലോകജനതയല്ല, കേരളത്തിലുള്ളവരെയും ഇന്ത്യയിലുള്ള എല്ലാ ജനതകളും ഒന്നു ചേർന്ന് ഒരേ സ്വരത്തിൽ ഒന്നായി നിന്ന് പറഞ്ഞാൽ നിയമനിർമ്മാണത്തിന് ചെറുതായി ചെവിയും കേൾക്കാനും കണ്ണ് കാണാനും സാധിക്കും. നമ്മൾ പൗരന്മാരാണ്. സ്ത്രീക്കും പുരുഷനും ഒരേപോലെയാണ് വോട്ടവകാശം. ആ വോട്ടവകാശത്തിലുള്ള പൗരന്മാരാണ് 4 നെടുംതൂണുകൾ പാർലമെന്റിന്റെ. അതിൽ നെടുംതൂണുകളെ ആവശ്യങ്ങൾ നടത്താനുള്ളതാണ് ഭരണ സംവിധാനങ്ങൾ. ആ സംവിധാനം കൃത്യമായി പാലിക്കണമെന്ന് പറയാനായിട്ട് സ്ത്രീ പുരുഷ ഭേദമന്യേ എല്ലാ പൗരനും അവകാശമുണ്ട് എന്നുള്ളതാണ് ഈ സംഘടനയ്ക്ക് പറയാനുള്ളത്. ഈ സംഘടനയിൽ ചെറിയ, അതായത് കോളേജുകളിൽ, സ്കൂളുകളിൽ, പൊതുവേദികളിൽ സ്ത്രീ പുരുഷന്മാരോട്, പെൺകുട്ടികളോടും ആൺകുട്ടികളോടും ഈ നിയമങ്ങളെക്കുറിച്ച് സംസാരിക്കാനുമാണ് ഈ സംഘടനയുടെ പ്രവർത്തനങ്ങളുടെ 1-ാം ഭാഗം. 2-ാം ഭാഗം എന്ന് പറയുന്നത് ഈ സ്ത്രീക്ക് വരുന്ന
നിയമങ്ങളില് സ്ത്രീക്ക് വരുന്ന ഗുണങ്ങള്, ദോഷങ്ങള് അത് മനസ്സിലാക്കാൻ പെൺകുട്ടികളെ മനസ്സിലാക്കി കൊടുക്കുക. പുരുഷനും സ്ത്രീയും, ഒരു പെൺകുട്ടിയും ആൺകുട്ടിയും ഒരു ടീനേജ് പ്രായത്തില് അവർക്ക് അനുരാഗങ്ങളെല്ലാം തുടങ്ങാറുണ്ട്, പ്രേമം. ആ പ്രേമം തുടങ്ങുമ്പോൾ അതിനകത്ത് പ്രേമിച്ച പെൺകുട്ടിക്ക് സ്വാതന്ത്ര്യമുണ്ട്, പ്രേമിക്കാൻ, ഉപേക്ഷിക്കാനും സ്വാതന്ത്ര്യമുണ്ട്. പുരുഷന് പ്രേമിക്കാനും സ്വാതന്ത്ര്യമില്ല, ഉപേക്ഷിക്കാനും സ്വാതന്ത്ര്യമില്ല. പ്രേമിച്ചാൽ പീഡനമായി. ഇന്ന് എല്ലാവരും അക്ഷരവിദ്യാഭ്യാസമുള്ളതാ. സ്ത്രീകൾക്ക് മാനസിക തലങ്ങൾ ഒരു കംപ്ലൈന്റും ഇല്ല. കാരണം എല്ലാ ജോലി മേഖലകളിലും പുരുഷന്റെ ഒപ്പം ജോലി ചെയ്യുന്ന സ്ത്രീക്ക് എവിടെയാണ് മാനസിക തലത്തിന് വരുന്ന അപാകത? എവിടെയാണ് അവൾ വീണു പോകുന്നത്? അവൾക്ക് അവളെ തന്നെ സുരക്ഷിതമായി സൂക്ഷിക്കുക എന്നുള്ളതല്ല, അവൾക്കുള്ള ശാരീരിക അവയവങ്ങൾ പ്രദർശിപ്പിച്ച് വിൽപ്പന നടത്തിയാലും ആ നടത്തിയതിൻ്റെ ഉള്ളിൽ നിയമം അവളെ വളരെയധികം സുരക്ഷപ്പെടുത്തുകയാണ്, ഒപ്പം പുരുഷനെ വലയിലാക്കുകയുമാണ്. ഈ പ്രവണത മാറ്റണം എന്നുള്ളതാണ് ഈ സംഘടനയ്ക്ക് പറയാനുള്ളത്.